സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബിറ്റ്സിലേക്ക് സ്വാഗതം. പള്ളിവളപ്പിൽ ശലഭങ്ങൾക്ക് ഉദ്യാനമൊരുക്കിയ പാലക്കാട് രൂപതയിലെ നെന്മാറ ക്രിസ്തുരാജ പള്ളി വികാരി ഫാദർ റെജി പെരുമ്പിള്ളിയുടെ വാർത്തകളും വിശേഷങ്ങളും ഈ ആഴ്ചത്തെ ചർച്ച് ബിറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. പള്ളിവളപ്പിൽ ഒഴിഞ്ഞുകിടന്ന ഭാഗങ്ങളിൽ വിവിധ നിറത്തിലുള്ള പൂക്കളുണ്ടാകുന്ന നിരവധി ചെടികൾ വൈദികൻ വച്ചുപിടിപ്പിച്ചതോടെയാണ് നിരവധി ചിത്രശലഭങ്ങൾ എത്തിത്തുടങ്ങിയത്. പാറിപ്പറന്ന് തേൻ നുകർന്ന വർണ്ണക്കാഴ്ചകൾ സമ്മാനിക്കുന്ന ശലഭങ്ങൾക്ക് ഉദ്യാനമൊരുക്കിയ വികാരിയച്ഛൻ ജനശ്രദ്ധ നേടുകയാണ്. ഒരു വർഷമായി ഇത്തരത്തിൽ നിരവധി ചെടികൾ വെച്ചുപിടിപ്പിച്ച് പരിപാലിച്ചു വരികയാണ് നെന്മാറ ക്രിസ്തുരാജ പള്ളി വികാരി ഫാദർ റെജി പെരുമ്പിള്ളി. ഫലവൃക്ഷ തൈകൾ നടാനും കൃഷി ചെയ്യാനും താല്പര്യമുള്ള ഫാദർ റെജിയുടെ പൂന്തോട്ടത്തിൽ വർണ്ണപ്പൂക്കൾ വിരിഞ്ഞതോടെയാണ് വിവിധയിനം ചിത്രശലഭങ്ങൾ എത്തിത്തുടങ്ങിയത്. കിലുക്കാമ്പട്ടിയും വിവിധയിനം ചെണ്ടമല്ലിയും ഉൾപ്പെടെ സമൃദ്ധമായി പൂത്തു തുടങ്ങിയതോടെ തേൻ നുകരുവാനായി ചിത്രശലഭങ്ങൾ കൂട്ടമായി എത്തുകയായിരുന്നു. മുഴുവൻ സമയത്തും ചിത്രശലഭങ്ങൾ എത്തിത്തുടങ്ങിയതോടെ വിശ്വാസികൾക്കും പള്ളിവളപ്പിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൗതുക കാഴ്ചയായി. ഇനി ക്രിസ്തുമസ് വാർത്തകളും വിശേഷങ്ങളും. ലോക ചരിത്രത്തെ തന്നെ രണ്ടായി ഭേദിച്ചുകൊണ്ട് ദൈവപുത്രൻ ഭൂമിയിൽ മനുഷ്യരൂപമെടുത്ത് അവതരിച്ച സമാനതകളില്ലാത്ത സ്നേഹത്തിന്റെ പ്രതിഫലനമായ ക്രിസ്തുമസിനൊരുക്കമായി 25 നോമ്പിന് ആരംഭമായി. നോമ്പിന്റെയും പ്രാർത്ഥനയുടെയും ആത്മീയ ചൈതന്യത്തോടൊപ്പം പുൽക്കൂടുകളും ക്രിസ്തുമസ് ട്രീകളും സ്റ്റാറുകളും സമ്മാനദാനങ്ങളുമായി ക്രിസ്തുമസ് തരംഗത്തിന്റെ അലയടികൾ ലോകത്തിന്റെ അങ്ങോളം ഇങ്ങോളം ആവേശപൂർവ്വം ആരംഭിച്ചു കഴിഞ്ഞു. രാജാതി രാജാവ് തന്റെ സർവ്വ ആധിപത്യവും സ്വർഗഭൂലോകങ്ങൾക്കുമേലുള്ള അധികാരവും കണക്കിലെടുക്കാതെ എളിയവരിൽ എളിയവനും ദരിദ്രരിൽ ദരിദ്രനുമായി മനുഷ്യ ശരീരം സ്വീകരിച്ച് മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി ബെത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ ജോസഫിന്റെയും മറിയത്തിന്റെയും മകനായി ഭൂജാതനായ ചരിത്ര സംഭവത്തിന്റെ പുണ്യസ്മരണകൾ ഉണർത്തുന്ന ക്രിസ്മസിന് ഒരുക്കമായുള്ള 25 നോമ്പിലേക്ക് പ്രാർത്ഥന നിർഭരമായി ചുവടുവച്ചിരിക്കുകയാണ് ആഗോള ക്രൈസ്തവർ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ദേവാലയ പ്രവേശനത്തിനുള്ള ഇളവുകൾ വർദ്ധിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ നോമ്പുകാലത്ത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ എത്തുന്നവരുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവ് ഉണ്ടായിട്ടുണ്ട്. നോമ്പിന്റെയും പ്രാർത്ഥനയുടെയും ചൈതന്യത്തിൽ തിരുപ്പിറവി സ്മരണകൾക്കൊരുങ്ങുന്ന വിശ്വാസികൾ ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും വീടുകളിലും ക്രിസ്മസ് അലങ്കാരങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. തിരുപ്പിറവി ദൃശ്യങ്ങളും ക്രിസ്മസ് ട്രീകളും നക്ഷത്രങ്ങളുമെല്ലാം പൊതുകാഴ്ചകളാകുന്ന 25 ദിനങ്ങൾ ആഗോള ക്രൈസ്തവർക്ക് ആവേശത്തിന്റെയും ആനന്ദത്തിന്റെയും പ്രത്യാശയുടെയും പങ്കുവെക്കലിന്റെയും കാലയളവാണ്. ക്രിസ്തുമസ് അലങ്കാരങ്ങളുടെ പ്രഭയിൽ ദീപ്തമായ വൈറ്റ് ഹൌസ് ചിത്രങ്ങൾ വാർത്തകളിൽ ഇടം നേടുന്നു. പ്രസിഡന്റ് സ്ഥാനമേറ്റതിനു ശേഷമുള്ള ബൈഡന്റെയും US പ്രഥമ വനിതയുടെയും ആദ്യ ക്രിസ്തുമസിനുള്ള ഒരുക്കങ്ങൾക്കാണ് വൈറ്റ് ഹൌസ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. 3, 2, 1, Merry Christmas! അമേരിക്കയുടെ ക്രൈസ്തവ വിശ്വാസ പാരമ്പര്യങ്ങളുടെ വേരുകൾക്ക് ഈടുറ്റ സാക്ഷ്യം നൽകിക്കൊണ്ടായിരുന്നു നവംബർ 29-ന് വൈറ്റ് ഹൌസിൽ
ക്രിസ്തുമസ് അലങ്കാരങ്ങൾ അനാവരണം ചെയ്തത്. ഹൃദയത്തിൽ നിന്നുള്ള സമ്മാനങ്ങൾ എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇക്കുറി ക്രിസ്തുമസ് അലങ്കാരങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ് ഡൈനിംഗ് റൂമിൽ പരമ്പരാഗതമായി തയ്യാറാക്കുന്ന ജിഞ്ചർ ബ്രെഡ് വൈറ്റ് ഹൗസ് പകർപ്പിന് പുറമെ കോവിഡ് മുന്നണി പോരാളികളെ ആദരിക്കുന്നതിന്റെ സൂചകമായി വൈറ്റ് ഹൗസ് പകർപ്പിനോട് ചേർന്ന് കൺഫെഷണറി സ്ട്രീറ്റ് കെട്ടിട പകർപ്പുകളും തയ്യാറാക്കിയിട്ടുണ്ട്. ഗ്രോസറി സ്റ്റോർ, പോസ്റ്റ് ഓഫീസ്, ഹോസ്പിറ്റൽ, പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ കെട്ടിട പകർപ്പുകൾ ഇവയിൽ പ്രത്യേക ശ്രദ്ധ നേടുന്നവയാണ്. ബ്ലൂ റൂമിലെ ഔദ്യോഗിക ക്രിസ്തുമസ് ട്രീ സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമാണ് എന്നാണ് വൈറ്റ് ഹൗസ് അറിയിച്ചിട്ടുള്ളത്. US സ്റ്റേറ്റുകളുടെയും പ്രദേശങ്ങളുടെയും പേരുകൾ വഹിക്കുന്ന പ്രാവുകളുടെ ആകൃതിയുള്ള കാർഡുകൾ കൊണ്ട് അലങ്കൃതമാണ് ബ്ലൂ റൂമിലെ ക്രിസ്തുമസ് ട്രീ. ബൈഡന്റെയും പ്രഥമ വനിതയുടെയും ഛായാചിത്രങ്ങളാണ് റെഡ് റൂമിലെ ക്രിസ്തുമസ് ട്രീയിൽ ഘടിപ്പിച്ചിട്ടുള്ളത് എന്നതാണ് ക്രിസ്തുമസ് അലങ്കാരങ്ങളുടെ മറ്റൊരു പ്രത്യേകത. ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ തിരുപ്പിറവി ദൃശ്യമായി കണക്കാക്കപ്പെടുന്ന ദൃശ്യവിസ്മയം വെനിസിൽ അനാച്ഛാദനം ചെയ്തു. 250 സ്ക്വയർ മീറ്റർ വിസ്തീർണത്തിലുള്ള പുൽക്കൂട് പരമ്പരാഗത തിരുപ്പിറവി ദൃശ്യങ്ങൾക്കൊപ്പം പ്രാദേശിക ജനതകളുടെ ജീവിത രീതികളും ആവിഷ്കരിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. വെനിസിലെ ആന്റിയോക്യ നഗരത്തിലുള്ള സാന്റ് ജോസ് ദേവാലയത്തിലാണ് കൗതുകകരവും ദൃശ്യസമ്പന്നവും വ്യത്യസ്തവുമായ തിരുപ്പിറവി കാഴ്ചകളുമായി ക്രിസ്മസ് കാലം ആഗതമായിരിക്കുന്നത്. പ്രശസ്ത വാസ്തുശില്പിയായ ലൂയിസ് ഫെർണാണ്ടോ ബെട്ടൻകോട്ട് നിർമ്മിച്ചിരിക്കുന്ന പുൽക്കൂട് വിവിധങ്ങളായ 2100 ഭാഗങ്ങൾ കോർത്തിണക്കിയ ഒരു സമുച്ചയമാണ്. ദേവാലയത്തിന്റെ വലതുവശത്ത് 250 സ്ക്വയർ മീറ്റർ വിസ്തീർണത്തിൽ പണിതുയർത്തിയിരിക്കുന്ന പുൽക്കൂടിൽ ഹൃദ്യമായ തിരുപ്പിറവി ദൃശ്യങ്ങൾക്കൊപ്പം സാധാരണക്കാരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട രംഗങ്ങളും ആവിഷ്കരിച്ചിട്ടുണ്ട്. ഖനികളിൽ ജോലി ചെയ്യുന്നവരും പരമ്പരാഗത ജോലികളിൽ ഏർപ്പെടുന്നവരും പാചകക്കാരും കശാപ്പുകാരുമെല്ലാം ക്രിസ്തുവിന്റെ പുൽക്കൂടിൽ പ്രത്യാശ തേടിയണയുന്ന നയനമനോഹരങ്ങളായ കാഴ്ചകൾ പുൽക്കൂടിൽ ദൃശ്യമാണ്. 25 മീറ്റർ നീളത്തിലുള്ള നദിയും ജലകേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന വ്യത്യസ്തങ്ങളായ 140ഓളം സാങ്കേതിക നിർമ്മിതികളും പുൽക്കൂടിന്റെ സവിശേഷതകളാണ്. 14 വർഷമായി വ്യത്യസ്ത രീതിയിൽ നിർമ്മിക്കുന്ന വെനിസിലെ പുൽക്കൂട് നിരവധി തീർത്ഥാടകരെയാണ് ക്രിസ്മസ് കാലത്ത് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. 2 സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ പിറന്ന ദൈവപുത്രൻ നേടിത്തന്ന രക്ഷയിൽ 21-ാം നൂറ്റാണ്ടിലെ മനുഷ്യർ പ്രത്യാശയും സമാധാനവും കണ്ടെത്തുന്ന ഹൃദ്യമായ സന്ദേശമാണ് പാരമ്പര്യങ്ങളെയും ആധുനികതയെയും കോർത്തിണക്കിക്കൊണ്ടുള്ള പുൽക്കൂടിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. യൂറോപ്പിലെ ഏറ്റവും വലിയ തിരുപ്പിറവി ദൃശ്യങ്ങളിലൊന്ന് നിർമ്മിക്കുന്ന ഹംഗറിയിലെ വോൾസ് എന്ന ചെറുഗ്രാമം ക്രിസ്തുമസ് കാലത്ത് വീണ്ടും വാർത്തകളിൽ ഇടം നേടുന്നു. വോൾസിലെ ഓർണേറ്റ് ബറോക്ക് ദേവാലയത്തിൽ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ തിരുപ്പിറവി ദൃശ്യം നിർമ്മിക്കുന്ന തങ്ങളുടെ ഈ പാരമ്പര്യം കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ പോലും അതിജീവിച്ചതാണെന്നാണ് പ്രദേശനിവാസികൾ അവകാശപ്പെടുന്നത്. വിശാലമായി നിറഞ്ഞു നിൽക്കുന്ന തിരുപ്പിറവി ദൃശ്യം യൂറോപ്പിലെ ഏറ്റവും വലിയ ഇൻഡോർ തിരുപ്പിറവി ദൃശ്യങ്ങളിൽ ഒന്നാണെന്ന് പ്രമുഖ വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ആയിരത്തി 1720 നിർമ്മിക്കപ്പെട്ട ഓർണറ്റ് ബറോക്ക് എന്ന ദേവാലയത്തിൽ 1948 ആദ്യത്തെ തിരുപ്പിറവി ദൃശ്യം നിർമ്മിച്ചത്. ഓരോ വർഷവും ദൃശ്യത്തിന്റെ വലിപ്പം കൂടിക്കൊണ്ടിരുന്നു. 20 വർഷങ്ങൾക്ക് മുൻപാണ് തിരുപ്പിറവി ദൃശ്യം ഇന്ന് കാണുന്ന വലിപ്പത്തിൽ നിർമ്മിക്കുവാൻ തുടങ്ങിയത്. ഇത് മനോഹരമായ ഒരു പാരമ്പര്യമാണെന്നാണ് ഗ്രാമത്തിലെ മേയർ ടമാസ് ഡീക്ക് പറയുന്നത്. ഗ്രാമവാസികൾ തന്നെയാണ് തിരുപ്പിറവി ദൃശ്യം നിർമ്മിക്കുന്നതെന്നും ഇതൊരു കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണെന്നും ഓരോരുത്തരും സന്തോഷത്തോടും താല്പര്യത്തോടും കൂടിയാണ് ഇതിൽ പങ്കെടുക്കുന്നതെന്നും ഇക്കൊല്ലത്തെ തിരുപ്പിറവി ദൃശ്യം അലങ്കരിക്കുന്നതിനു വേണ്ട വൃക്ഷശിഖരങ്ങൾ ചെത്തിയൊരുക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു. തിരുപ്പിറവി ഗുഹയിലേക്ക് നയിക്കുന്ന മലനിരകളും താഴ്വരകളും നിർമ്മിക്കുന്നതിനു വേണ്ട മരം കൊണ്ടുള്ള ചട്ടക്കൂട് നിർമ്മിക്കുകയാണ് നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം. പിന്നീടാണ് ബാക്കി പ്രവർത്തനം നടക്കുക. നോമ്പുകാലത്തെ ആദ്യത്തെ ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് തിരുപ്പിറവി ദൃശ്യം പൂർത്തീകരിക്കണമെന്നാണ് പാരമ്പര്യം.
തിരുപ്പിറവി ദൃശ്യങ്ങളടക്കമുള്ള ക്രിസ്മസ് പാരമ്പര്യങ്ങൾ യൂറോപ്പിൽ ഓർമ്മയായിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഹംഗറിയിലെ ബാലട്ടോൺ തടാകത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന 500 ആളുകൾ മാത്രമുള്ള വോൾസ് എന്ന ഈ ചെറുഗ്രാമം മാതൃകയാവുകയാണ്. കഴിഞ്ഞ വർഷം കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തവർക്കല്ലാതെ തിരുപ്പിറവി ദൃശ്യം കാണുന്നതിന് സന്ദർശകർക്ക് അനുവാദമുണ്ടായിരുന്നില്ല. പക്ഷേ ഇക്കൊല്ലം കോവിഡിനെ പോലും വകവയ്ക്കാതെ ആയിരങ്ങൾ തങ്ങളൊരുക്കുന്ന തിരുപ്പിറവി ദൃശ്യം കാണുവാൻ വരുമെന്നാണ് വോൾസ് നിവാസികൾ പ്രതീക്ഷിക്കുന്നത്. വത്തിക്കാനിൽ തയ്യാറാക്കുന്ന പുൽക്കൂടിന്റെ ഉദ്ഘാടനവും ക്രിസ്തുമസ് ട്രീയുടെ ദീപാലങ്കാരങ്ങളുടെ പ്രകാശനവും ഡിസംബർ 10 വൈകിട്ട് 5 നടക്കും. വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റ് ഗവർണറേറ്റിന്റെ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഫെർണാണ്ടോ വെർഗസ് അൽസാഗയുടെ സാന്നിധ്യത്തിലായിരിക്കും ചടങ്ങ് നടക്കുക. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് മുന്നിൽ സ്ഥാപിക്കാനുള്ള ക്രിസ്മസ് ട്രീ കഴിഞ്ഞയാഴ്ച വത്തിക്കാനിൽ എത്തിച്ചിരുന്നു. വടക്കൻ ഇറ്റലിയിലെ ട്രെന്റിനോ മേഖലയിലെ ആൻഡലോയിലെ വനത്തിൽ നിന്നുമാണ് ഇത്തവണത്തെ ക്രിസ്മസ് ട്രീയായി ഉപയോഗിക്കാനുള്ള വൃക്ഷം കൊണ്ടുവന്നത്. 28 മീറ്റർ ഉയരവും 8 ടൺ ഭാരവുമുള്ള ഫിർ മരമാണ് ഇത്തവണത്തെ ക്രിസ്മസ് ട്രീയായി അലങ്കരിക്കുന്നത്. ട്രീയിൽ കുറഞ്ഞ ഊർജ്ജ ഉപഭോഗമുള്ള LED ലൈറ്റിംഗ് സജ്ജീകരിക്കുമെന്ന് വത്തിക്കാൻ സിറ്റി ഗവർണറേറ്റ് അറിയിച്ചിട്ടുണ്ട്. ഓരോ വർഷവും വത്തിക്കാൻ ചത്തുരത്തിൽ പുൽക്കൂടുകൾ ഒരുക്കുന്നത് വിവിധ രാജ്യങ്ങളിലുള്ള കലാകാരന്മാർ അതത് രാജ്യങ്ങളുടെ സാംസ്കാരിക സാമൂഹിക സാഹചര്യം വെളിപ്പെടുത്തും വിധമാണ്. അത് പ്രകാരം ഇത്തവണ അതിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പെറുവിൽ നിന്നുള്ള കലാകാരന്മാരാണ്. പുൽക്കൂട്ടിൽ 30 രൂപങ്ങളാണ് ഉണ്ടാവുക. ചോപ്ക സമൂഹത്തിന്റെ പാരമ്പര്യ രീതിയിലുള്ള വസ്ത്രങ്ങളാകും ഉണ്ണീശോയുടെയും കന്യകാമറിയത്തിന്റെയും വിശുദ്ധ യൗസേ പിതാവിന്റെയും ഉൾപ്പെടെയുള്ള രൂപങ്ങളെ അണിയിക്കുന്നത്. ഉണ്ണിയേശു, മറിയം, ജോസഫ്, 3 രാജാക്കന്മാർ, ഇടയന്മാർ എന്നിവരുൾപ്പെടെയുള്ളവരെ യഥാർത്ഥ വലിപ്പത്തിൽ സെറാമിക്, തടി, ഫൈബർ ഗ്ലാസ് എന്നിവയിലാണ് നിർമ്മിക്കുന്നത്. പെറുവിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 200 വർഷം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഒരുക്കുന്ന നേറ്റിവിറ്റി രംഗം രക്ഷയിലേക്കുള്ള സാർവത്രിക ആഹ്വാനത്തെ പ്രതീകപ്പെടുത്തുന്നുവെന്ന് വത്തിക്കാൻ പ്രസ്താവിച്ചിരുന്നു. പെറുവിലെ എപ്പിസ്കോപ്പൽ കോൺഫറൻസ്, ഹുവാങ്കവിലിക്ക രൂപത, റീജിയണൽ ഗവൺമെന്റ്, ഫോറിൻ ട്രേഡ് ആൻഡ് ടൂറിസം മന്ത്രാലയം, ഫോറിൻ അഫയേഴ്സ് മന്ത്രാലയം, പെറുവിലെ വത്തിക്കാനിലേക്കുള്ള എംബസി എന്നിവയുടെ സഹകരണത്തോടെയാണ് തിരുപ്പിറവി രംഗം സാക്ഷാത്കരിക്കപ്പെടുക. മുൻ വർഷങ്ങളിലുള്ള പതിവ് തെറ്റിക്കാതെ അർജന്റീനിയൻ ഫെഡറൽ പോലീസ് ലുജാനിലെ പരിശുദ്ധ കന്യകാമാതാവിന്റെ സന്നിധാനത്തിലേക്ക് തീർത്ഥാടനം നടത്തി. രാഷ്ട്രത്തിന്റെ ധാർമ്മിക ആരോഗ്യത്തിനും ആത്മീയതയ്ക്കും വേണ്ടിയുള്ള സേനയുടെ പ്രതിജ്ഞാബദ്ധത മുൻനിർത്തിക്കൊണ്ടായിരുന്നു PFAയുടെ 41ാമത് തീർത്ഥാടനം ആരംഭിച്ചത്. രാഷ്ട്രത്തിന്റെ ധാർമ്മിക ആരോഗ്യത്തിനും ആത്മീയതയ്ക്കും വേണ്ടിയുള്ള സേനയുടെ പ്രതിജ്ഞാബദ്ധത മുൻനിർത്തിക്കൊണ്ടായിരുന്നു തീർത്ഥാടനം. നവംബർ 27 ശനിയാഴ്ച സാൻ കയേട്ടനോ ദേവാലയത്തിൽ നിന്നുമാണ് തീർത്ഥാടനം ആരംഭിച്ചത്. ഫെഡറൽ പോലീസ് അംഗങ്ങൾക്ക് പുറമെ അവരുടെ കുടുംബാംഗങ്ങളും തീർത്ഥാടനത്തിൽ പങ്കെടുത്തു. പിറ്റേ ദിവസം രാവിലെയാണ് തീർത്ഥാടക സംഘം ലുജാനിലെ ദേവാലയത്തിലെത്തിയത്. അർജന്റീനിയൻ പോലീസിന്റെ ജനറൽ ചാപ്ലൈനായ ഫാദർ ഡിയേഗോ ഡെ കാമ്പോസിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ലുജാനിലെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ലുജാനിലെ പരിശുദ്ധ കന്യകാമാതാവിനെ PFAയുടെ മധ്യസ്ഥയായി പ്രഖ്യാപിച്ചതിന്റെ 75ാമത് വാർഷികം കൂടിയാണ് ഇക്കൊല്ലമെന്ന് ഫാദർ ഡിയേഗോ വിശുദ്ധ കുർബാന മധ്യേ നടത്തിയ പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. നമ്മൾ ഒരു കുടുംബം പോലെയാണെന്ന് പറഞ്ഞ ഫാദർ ഡിയേഗോ നമ്മുടെ വ്യക്തിഗത നിയോഗങ്ങൾ അർജന്റീനയുടെ മധ്യസ്ഥ വിശുദ്ധയായ മാതാവിന്റെ പാദത്തിങ്കൽ സമർപ്പിക്കുവാനും ദൈവമാതാവിന്റെ മേലങ്കിയിൽ അഭയം തേടി മാതാവിന്റെ മാതൃത്വപരമായ സ്നേഹകടാക്ഷത്തിലായിരിക്കുവാനും PFA അംഗങ്ങളോട് ആഹ്വാനം ചെയ്തു. കൊറോണ പകർച്ചവ്യാധി മൂലം തീർത്ഥാടനത്തിൽ പങ്കെടുക്കുവാൻ കഴിയാത്തവരെയും ജോലിയിലായിരിക്കുന്ന PFA ഉദ്യോഗസ്ഥരെയും വിശുദ്ധ ബലിയിൽ പ്രത്യേകം സ്മരിച്ചു. ഒരു രാഷ്ട്രമെന്ന നിലയിലും അർജന്റീനിയൻ പോലീസ് എന്ന ഒരൊറ്റ കുടുംബം എന്ന നിലയിലും നമ്മെ ഒരുമിപ്പിക്കുന്ന മൂല്യങ്ങളിലും തത്വങ്ങളിലും ജീവിക്കുവാനുള്ള സഹായത്തിനായും ജനങ്ങളുടെ ധാർമ്മികവും ആത്മീയവുമായ ആരോഗ്യത്തിനു വേണ്ടിയും മാതാവിനോട് പ്രാർത്ഥിക്കണമെന്ന ആഹ്വാനത്തോടെയാണ് ഫാദർ ഡിയോഗോയുടെ പ്രസംഗം അവസാനിച്ചത്. അർജന്റീനിയൻ സൈന്യത്തിൽ ആത്മീയ സേവനങ്ങൾ ഉൾപ്പെടുത്തിയതിന്റെ 208ാമത് വാർഷിക ആഘോഷമായിരുന്നു നവംബർ 29-ന്. ഗൾഫിലെ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമായ ബഹ്റിനിൽ നിർമ്മാണം പൂർത്തിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ നാമധേയത്തിലുള്ള അവർ ലേഡി ഓഫ് അറേബ്യ കത്തീഡ്രൽ ദേവാലയം ഡിസംബർ 10 കൂദാശ ചെയ്യും. ജനതകളുടെ സുവിശേഷവത്കരണത്തിനായുള്ള വത്തിക്കാൻ തിരുസംഘത്തിന്റെ തലവനായ കർദിനാൾ ലൂയിസ് അന്റോണിയോ ടാഗ്ലയാണ് വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിക്കുക. വെഞ്ചിരിപ്പിന്റെ തലേദിവസമായ ഡിസംബർ 9-ന് ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫ ദേവാലയത്തിന്റെ പൊതു ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. രാജാവ് സമ്മാനമായി നൽകിയ ഭൂമിയിലാണ് ഒരു പെട്ടകത്തിന്റെ ആകൃതിയിൽ 2300-നടുത്ത് ആളുകളെ ഉൾക്കൊള്ളുവാൻ ശേഷിയുള്ള ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അന്തരിച്ച വടക്കൻ അറേബ്യയുടെ അപ്പസ്തോലിക് വികാറായിരുന്ന കാമിലിയോ ബെല്ലിൻ മെത്രാന്റെ സ്വപ്നമാണ് ഇതോടെ പൂർത്തിയാകുന്നത്. പരിശുദ്ധ കന്യകാമാതാവിന്റെ ബഹുവർണ്ണത്തിലുള്ള രൂപമായിരിക്കും ദേവാലയത്തിലെ പ്രധാന ആകർഷണം. 2014 നിർമ്മിക്കുവാൻ പോകുന്ന ദേവാലയത്തിന്റെ ഒരു ചെറുമാതൃക
ബഹ്റിൻ രാജാവ് നേരിട്ട് പാപ്പയ്ക്ക് സമ്മാനിച്ചിരുന്നു. തലസ്ഥാനമായ മനാമയിൽ നിന്നും 20 കിലോമീറ്റർ അകലെയുള്ള ചെറു മുനിസിപ്പാലിറ്റിയായ അവാലിയിലാണ് ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് 95,000 ചതുരശ്ര അടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കെട്ടിട സമുച്ചയത്തിന്റെ ഭാഗമായിട്ടാണ് അവർ ലേഡി ഓഫ് അറേബ്യ കത്തീഡ്രലിന്റെ നിർമ്മാണം. 2013 ലൂർദ് മാതാവിന്റെ തിരുനാൾ ദിനമായ ഫെബ്രുവരി 11 അവർ ലേഡി ഓഫ് അറേബ്യ കത്തീഡ്രൽ നിർമ്മിക്കുവാൻ തീരുമാനമാകുന്നതെന്ന് സിഎൻഎയുടെ ഇറ്റാലിയൻ ഭാഷാ വിഭാഗമായ എസിഎ സ്റ്റാമ്പയുടെ റിപ്പോർട്ടിൽ പറയുന്നു. രാജാവ് കത്തീഡ്രൽ നിർമ്മാണത്തിനായി ഭൂമി നൽകിയെന്നറിഞ്ഞ ബിഷപ്പ് കാമിലിയോ ബെല്ലിൻ പുതിയ ദേവാലയം പരിശുദ്ധ കനികാമാതാവിന്റെ നാമധേയത്തിലായിരിക്കണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. 1948 അറേബ്യയുടെ പരിശുദ്ധ കനികാമാതാവ് എന്ന മാതാവിന്റെ വിശേഷണത്തിന് അംഗീകാരം ലഭിക്കുന്നത്. അതേ വർഷം ഡിസംബർ 8 കുവൈറ്റിലെ അഹമ്മദിയിൽ നിർമ്മിക്കപ്പെട്ട ചെറിയ ചാപ്പൽ അറേബ്യയുടെ മാതാവിനായി സമർപ്പിക്കപ്പെട്ടു. 1957 പിയൂസ് 12 പാപ്പ അറേബ്യയുടെ പരിശുദ്ധ കനികാമാതാവിനെ മേഖലയുടെയും കുവൈറ്റ് അപ്പസ്തോലിക് വികാരിയത്തിന്റെയും മധ്യസ്ഥയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഡിക്രി പുറത്തുവിട്ടിരുന്നു. 2011 വത്തിക്കാൻ അറേബ്യയുടെ പരിശുദ്ധ കനികാമാതാവിനെ കുവൈറ്റ് വികാരിയത്തിന്റെയും അറേബ്യയുടെയും മധ്യസ്ഥ വിശുദ്ധിയായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്. ഏതാണ്ട് 80,000-ഓളം കത്തോലിക്കരാണ് ബഹ്റിനിലുള്ളത്. ഇതിൽ നല്ലൊരു ശതമാനം ഫിലിപ്പീൻസ്, ഇന്ത്യ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. പുതിയ ദേവാലയത്തിന്റെ കൂദാശയ്ക്കായി പ്രാർത്ഥനാപൂർവ്വം തയ്യാറെടുക്കുകയാണ് വിശ്വാസി സമൂഹം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുതിയ നിയമ സംഭവങ്ങൾക്ക് ആധികാരികത നൽകുന്ന കെട്ടിടാവശിഷ്ടങ്ങൾ കണ്ടെത്തി ഇസ്രായേൽ ആന്റിക്വിറ്റീസ് അതോറിറ്റി. മധ്യ ഇസ്രായേലിലെ യാവനയിലാണ് പുതിയ നിയമത്തിൽ പ്രതിപാദിക്കുന്ന യഹൂദ സാൻഹെദ്രിന്റേതെന്ന് വിശ്വസിക്കപ്പെടുന്ന കെട്ടിടഭാഗങ്ങൾ കണ്ടെത്തിയത്. പുതിയ നിയമകാലങ്ങളിൽ യഹൂദരുടെ നിയമനിർമ്മാണ സമിതിയെ പരാമർശിക്കപ്പെടുന്ന സാൻഹെദ്രിന്റെ കെട്ടിടഭാഗങ്ങളാണ് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. AD 70 ജെറുസലം ദേവാലയം റോമൻ സൈന്യം പിടിച്ചെടുത്തതിനെ തുടർന്ന് യഹൂദ സാൻഹെദ്രിൻ ഇസ്രായേലിലെ യാവനയിലേക്ക് മാറ്റി സ്ഥാപിച്ചതായുള്ള ചരിത്ര പരാമർശങ്ങൾക്ക് ആധികാരികത നൽകുന്നവയാണ് കണ്ടെടുത്ത കെട്ടിടഭാഗങ്ങൾ. 5-ാം നൂറ്റാണ്ട് വരെ യഹൂദ സാൻഹെദ്രിൻ യാവനയിൽ തുടർന്നതായാണ് ചരിത്രം പറയുന്നത്. 2-ാം നൂറ്റാണ്ടിലെ യഹൂദരുമായി ബന്ധപ്പെട്ട അളവ് പാത്രങ്ങളും കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. കെട്ടിട ശേഷിപ്പുകളിൽ നിന്നും 70 മീറ്റർ ദൂരത്തിൽ ഒരു സെമിത്തേരി കണ്ടെത്തിയതായും ഇസ്രായേൽ ആന്റിക്വിറ്റീസ് അതോറിറ്റി വ്യക്തമാക്കി. സ്ഥിതിവിശേഷങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പരാമർശിക്കുന്ന റബ്ബി ഗമാലിയേലിന്റെ സമകാലികരുടേതാണ് കല്ലറ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കൂടാതെ സുഗന്ധലേപനങ്ങൾ സൂക്ഷിക്കാനായി യഹൂദർ ഉപയോഗിച്ചിരുന്ന പ്രത്യേക സ്ഫടിക കുപ്പികളും കണ്ടെത്തിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായവർക്ക് സഭാ കൂട്ടായ്മയിലുള്ള നിർണായക പങ്ക് വിവരിക്കുന്ന ക്യാമ്പയിന് മുൻകൈയെടുത്ത് വത്തിക്കാൻ. അൽമായർക്കും കുടുംബത്തിനും ജീവനുമായുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രിയാണ് ഐ ആം ചർച്ച് എന്ന ക്യാമ്പയിന് നേതൃത്വം നൽകുന്നത്. ഭിന്നശേഷിയുള്ളവർ സഭാഗാത്രത്തിലെ അവിഭാജ്യ ഘടകങ്ങളാണെന്നും അവർക്ക് സഭയിൽ നിർണായക ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ട് എന്നുമുള്ള അവബോധം വളർത്തുകയാണ് ഐ ആം ചർച്ച് എന്ന ക്യാമ്പയിനിലൂടെ വത്തിക്കാൻ ലക്ഷ്യം വെക്കുന്നത്. ഡിസംബർ 6 മുതൽ ആരംഭിക്കുന്ന ക്യാമ്പയിൻ 5 വീഡിയോകൾ അടങ്ങുന്ന ഒരു ദൃശ്യശ്രാവ്യ സംരംഭമാണ്. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലുള്ള ഭിന്നശേഷിക്കാരായ ക്രൈസ്തവരുടെ വിശ്വാസ സാക്ഷ്യങ്ങളാണ് വീഡിയോകളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മാമോദീസായിലൂടെ സഭയിൽ അംഗത്വം സ്വീകരിച്ച എല്ലാവരും ഭിന്നശേഷിക്കാരെന്നോ അല്ലാത്തവരെന്നോ തിരിച്ചുവ്യത്യാസമില്ലാതെ സഭയിൽ തങ്ങളുടേതായ ദൗത്യം നിർവഹിക്കാൻ കടപ്പെട്ടവരാണെന്ന സന്ദേശമാണ് ക്യാമ്പയിന്റെ ഉള്ളടക്കം. ഒരു കൂട്ടം ബധിര യുവാക്കൾ മെക്സിക്കോയിൽ നടത്തുന്ന സുവിശേഷ പ്രഘോഷണ ഉദ്യമങ്ങളും ഫ്രാൻസിലെ ഡൗൺ സിൻഡ്രം ഉള്ളവരുടെ സന്യാസിനി സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളും ലോക യുവജന ദിനത്തിൽ സജീവ പങ്കാളികളായ ഒരു കിണം ഇറ്റാലിയൻ ഭിന്നശേഷിക്കാരായ യുവാക്കളുടെ തീക്ഷ്ണതയും വീഡിയോകളുടെ ഭാഗമാണ്. ജനിക്കുവാനിരിക്കുന്ന കുരുന്നുകൾക്ക് വേണ്ടിയുള്ള 40 ഡേയ്സ് ഫോർ ലൈഫ് പ്രചാരണ പരിപാടി സുപ്രധാന നേട്ടത്തിലേക്ക്. 2007 മുതൽ ഇതുവരെ 20,000-ലധികം കുരുന്നു ജീവനുകളെ ഭ്രൂണഹത്യയിൽ നിന്നും രക്ഷിക്കുവാൻ കഴിഞ്ഞുവെന്ന് 40 ഡേയ്സ് ഫോർ ലൈഫ് പ്രസിഡന്റും സിഇഒയുമായ ഷോൺ കാർണി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെ വെളിപ്പെടുത്തി. 40 ദിവസങ്ങൾ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ജാഗരണ പ്രാർത്ഥനയിലൂടെയും അബോർഷൻ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന പ്രചാരണ പരിപാടിയാണ് 40 ഡേയ്സ് ഫോർ ലൈഫ്. ഒരു അമ്മയാകുക എന്നതിനേക്കാൾ തികഞ്ഞതായി മറ്റൊന്നില്ലെന്ന് പറഞ്ഞ 40 ഡേയ്സ് ഫോർ ലൈഫ് പ്രസിഡന്റും സിഒയുമായ ഷോൺ കാർണി പ്രതിവർഷം ലോകമെമ്പാടുമായി ഏതാണ്ട് 5.6 കോടി ശിശുക്കൾ ഗർഭചിത്രത്തിലൂടെ ഇല്ലാതാകുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. തങ്ങൾ രക്ഷിച്ച കുരുന്നുകൾക്ക് ഇപ്പോൾ ഒരു പേരുണ്ട്. അവർ കിൻഡർ ഗാർഡനുകളിൽ പോകുവാനും കളിക്കുവാനും മറ്റു കുട്ടികൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും തുടങ്ങി.
തങ്ങളുടെ ഈ വർഷത്തെ ശൈത്യകാല പ്രചാരണ പരിപാടി വഴി 6 ജോഡി ഇരട്ടകളെയും തങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രസവത്തിലൂടെ ഉണ്ടായ 3 ശിശുക്കളെയും രക്ഷിക്കുവാൻ കഴിഞ്ഞുവെന്നും വെളിപ്പെടുത്തി. സംഘടനയുടെ ശക്തമായ പ്രവർത്തനം വഴി 3 പ്രവർത്തകർ അബോർഷൻ ജോലി ഉപേക്ഷിച്ചുവെന്നും നിരവധി അബോർഷൻ ക്ലിനിക്കുകൾ അടച്ചുപൂട്ടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Having a mom who you helped get away, hand you that baby boy or baby girl that is alive today, that was so close to becoming one of the 56 million that die every year around the world. കഴിഞ്ഞ 14 വർഷത്തിനുള്ളിൽ 20,368 കുരുന്നുജീവനുകളെ അബോർഷൻ ചെയ്യപ്പെടുന്നതിൽ നിന്നും രക്ഷിക്കുവാൻ കഴിഞ്ഞുവെന്നാണ് സംഘടനയുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ പറയുന്നത്. അബോർഷന്റെ അവസാനത്തിനു വേണ്ടി വിശ്രമമില്ലാതെ പോരാടിയ തങ്ങളുടെ സന്നദ്ധ പ്രവർത്തകർക്ക് സംഘടനയുടെ മിൽവേക്കി ജില്ലാ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ഡാൻ മില്ലർ നന്ദി അറിയിച്ചു. നിങ്ങൾ കാരണമാണ് ഇന്ന് 20,000-ഓളം കുട്ടികൾ ജീവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ മില്ലർ ഈ കുട്ടികളെ സംബന്ധിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ടായിരുന്നുവെന്നും നിങ്ങൾ ആ പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്നും കൂട്ടിച്ചേർത്തു. ലോകമെമ്പാടുമുള്ള 60-ലധികം രാജ്യങ്ങളിൽ ഭ്രൂണഹത്യക്കെതിരെ ക്യാമ്പയിൻ നടത്തുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയായ 40 Days for Life 2004-ലാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയിലെ 3ാമത് ഇടവക ദേവാലയമായി മാറി ലീഡ്സ് സെന്റ് മേരീസ് ആൻഡ് സെന്റ് വിൽഫ്രഡ് ദേവാലയം. ഇംഗ്ലണ്ടിലെ യോർക്ക് ഷെയറിലുള്ള ലീഡ്സിലെയും സമീപ പ്രദേശങ്ങളിലെയും സീറോ മലബാർ വിശ്വാസികൾ കാലങ്ങളായി പ്രാർത്ഥനാപൂർവ്വം കാത്തിരുന്ന ഇടവകയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും ഉദ്ഘാടനവും ലീഡ്സ് രൂപതാധ്യക്ഷൻ മാർ മാർക്കസ് സ്റ്റോക്കിന്റെ സാന്നിധ്യത്തിൽ ബിഷപ്പ് മാർ ജോസഫ് സ്രാമ്പിക്കൽ നിർവഹിച്ചു. ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്കും മാർ ജോസഫ് സ്രാമ്പിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. എത്ര അസാധ്യമായ ഒരു കാര്യമാണെങ്കിലും അസാധ്യമായ സാഹചര്യമാണെങ്കിലും ദൈവം പറഞ്ഞാൽ അത് സാധ്യമാകുമെന്ന് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് സ്രാമ്പിക്കൽ പറഞ്ഞു. രൂപതയുടെ 5 വത്സര അജപാലന പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഇടവക വർഷത്തിന്റെ ആരംഭത്തിൽ ആദ്യ ദിനം തന്നെ ലീഡ്സിലെ ദേവാലയം ഇടവകയായി ഉയർത്തുവാൻ കഴിഞ്ഞത് വലിയ ദൈവകരുണയുടെയും അഭിഷേകത്തിന്റെയും കൃപയുടെയും ഫലമാണ്. പള്ളിയിൽ വന്നതുകൊണ്ട് അന്ത്യവിധിക്ക് ശേഷമുള്ള സഭയിൽ നമ്മൾ ഉണ്ടാകുമെന്നത് യാതൊരു ഉറപ്പുമില്ലെന്നും അന്ത്യവിധിക്ക് ശേഷമുള്ള സഭയിൽ ഉണ്ടാകുവാൻ വേണ്ടി നാം പ്രാധാന്യം കൊടുക്കണമെന്നും ബിഷപ്പ് പറഞ്ഞു. ലോകത്തിന്റെ ഹിതപ്രകാരമല്ലാതെ ദൈവഹിതപ്രകാരം ദൈവവചനമനുസരിച്ച് ജീവിക്കണമെന്നും ദിവ്യബലി മധ്യയുള്ള സന്ദേശത്തിൽ ബിഷപ്പ് കൂട്ടിച്ചേർത്തു. ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കണം. ഈ കുർബാനയുടെ സമയത്ത് ഇങ്ങനെ നിന്ന് സമർപ്പിച്ചാൽ മാത്രം പോരാ. 24 മണിക്കൂറും ആഴ്ചയുടെ 7 ദിവസങ്ങളിലും മാസത്തിലെ 30 ദിവസങ്ങളിലും വർഷത്തിലെ 360 ദിവസങ്ങളിലും എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഈശോയ്ക്ക് എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും എൻ്റെ ആത്മാവും എൻ്റെ ശരീരവും നൽകിയാൽ മാത്രമേ അന്ത്യവിധിക്ക് ശേഷമുള്ള സഭയിൽ ഞാൻ ഉണ്ടാവുകയുള്ളൂ. ലീഡ്സിലെ ഈ ദേവാലയവും ഇടവകയും സാധ്യമാകുന്നതിനു വേണ്ടി നേതൃത്വം നൽകിയ ഫാദർ ജോസഫ് പൊന്നേത്ത്, ഫാദർ മാത്യു മൊളയോലിൽ എന്നിവരെയും കമ്മിറ്റി അംഗങ്ങളെയും ബിഷപ്പ് അനുമോദിച്ചു. രൂപത വികാരി ജനറൽ ഫാദർ ജിനോ അരിക്കാട്ട് MCBS ഇടവക സ്ഥാപനം സംബന്ധിച്ച ഡിഗ്രി വായിച്ചു. പ്രസ്റ്റൺ റീജിയൻ ഡയറക്ടർ ഫാദർ ജോസ് അഞ്ചാനിക്കൽ, ഫാദർ ജോ മൂലശ്ശേരി VC, ഫാദർ ജോസഫ് കിഴക്കരക്കാട്ട്, ഫാദർ കുര്യാക്കോസ് സമ്പഴത്തിനാൽ, സന്യസ്തർ, അൽമായ പ്രതിനിധികൾ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇടവക വികാരി ഫാദർ മാത്യു മൊളയോലിൽ സ്വാഗതവും കൈക്കാരൻ ജോജി തോമസ് നന്ദിയും അർപ്പിച്ചു. ചടങ്ങിൽ ഇടവക ദേവാലയത്തിന്റെ 2020 പുതിയ കലണ്ടറിന്റെ പ്രകാശന കർമ്മവും രൂപതാധ്യക്ഷൻ നിർവഹിച്ചു. ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാകുന്നു. ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.